ഹലോ ഗെയ്സ്, ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു പേരയ്ക്ക നമുക്ക് ഈ രീതിയിലൊന്ന് കഴിച്ചു നോക്കാം. ഇത് നല്ല പേരയ്ക്കയാണ്, നമ്മൾ മേടിച്ചതാണ്. അപ്പം ഇതിൻ്റെ നല്ല രണ്ട് സൈഡ് നമുക്ക് വെട്ടിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇങ്ങനെ ഈ രീതിയിലൊന്ന് കഴിച്ചു നോക്കുന്നത് വളരെ ടേസ്റ്റായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗെയ്സ്. അപ്പം നമുക്കിതൊന്ന് ഓരോരോ പീസുകളായിട്ട് ഇങ്ങനെ കണ്ടിച്ചേക്കാം. ഈ പേരയ്ക്ക ഞാൻ മേടിച്ചെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരുത്തി ഓരോ ആളുകൾ വിൽക്കുമല്ലോ, അങ്ങനെ മേടിച്ചത്. ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് മേടിച്ചത്. അകത്ത് നല്ല കളറാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള പേരയ്ക്കയാണ്, നല്ല ഇതാണ്. അപ്പോൾ നമുക്കിത് വീണ്ടും നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് തരണം, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം ഗെയ്സ്. ഓക്കെ, നമ്മളിതിനകത്ത് ഇതിങ്ങനെ അരിഞ്ഞെടുത്ത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നല്ല കളറാണ്, നല്ലൊരു റെഡ് ചുമന്ന കളർ പോലുള്ള കളറാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമുക്ക് അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് നല്ല മുളക് പൊടി കുറച്ചിങ്ങനെ വിതറാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വല്പം കുരുമുളക് പൊടിയും സ്വല്പം ഇടാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി അത്യാവശ്യം ഇടുക. ഇത്രയും ഇട്ടിട്ട് നന്നായി ഈ നല്ല മധുരമുള്ള നല്ല മധുരമുള്ള അപ്പോൾ ഈ പേരയ്ക്കകത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പീസ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല രസം അത് കഴിക്കാൻ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ടാറ്റ, ബൈ ബൈ. പിന്നെ നമുക്ക് നാളെ കാണാം. ഓക്കെ.